കുഴികൾ നിറഞ്ഞ കുമ്പളങ്ങി റോഡ് പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ദുരിതത്തിൽ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ വെള്ളക്കെട്ടിലൂടെ നീന്തി കടലാസ് വഞ്ചികൾ ഒഴുക്കി പ്രതിഷേധിച്ചു നാട്ടുകാർ. ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണാ സമരത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ 15, 16, 17 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. ഏറ്റവുമധികം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്ന വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾ നിത്യേന ഉപയോഗിക്കുന്ന റോഡിൽ റോഡും തോടും തിരിച്ചറിയാനാകാത്ത വിധത്തിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ചാലവീട്ടിൽ പത്തായത്തിന് സമീപത്തു നിന്നും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ വെള്ളക്കെട്ടിലൂടെ നീന്തി കടലാസ് വഞ്ചികൾ ഒഴുക്കി പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ധർണ സംഘടിപ്പിച്ചു. നെൽസൺ മാത്യു, ടോജൻ ചെറുവള്ളി, KLCS സംസ്ഥാന കമ്മിറ്റി അംഗം ജോബു പുളിക്കൽ, ഇല്ലിക്കൽ ദേവസ്വം പ്രസിഡന്റ് പ്രതാപൻ, മുൻ ഹെഡ്മാസ്റ്റർ EV ജോൺ, ജൂഡ് മാസ്റ്റർ, SNDP നേതാക്കളായ അജയ് ഘോഷ്, രാജേഷ് PU, വോയിസ് ഓഫ് കുമ്പളങ്ങി സെക്രട്ടറി CC ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഈ റോഡിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടൂറിസം റോഡാണ്. ഈ ടൂറിസം റോഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒന്നായിട്ട് മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഈ പഞ്ചായത്ത് റോഡിന്റെ സമീപത്ത് താമസിക്കുന്നവര് കണ്ണ് തുറക്കുമ്പോൾ രാവിലെ മുതൽ രാത്രിയൊക്കെ കാണുന്നത് ഈ വിദേശികളായിട്ടുള്ള ആൾക്കാരെ 10-45 പേര് ഈ റോഡിലൂടെ അവർ ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ്. ഈ ലോകത്തുള്ള നാട്ടുകാർ ഈ ടൂറിസം വില്ലേജ് എന്ന് പറയുമ്പോൾ എന്ത് ധരിക്കും? ഇനി എത്ര കല്യാണങ്ങളും അടിയന്തരങ്ങളും മരണത്തിന്റെ ആവശ്യമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളുമാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഈ നാട്ടുകാർക്ക് മുഴുവനും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ റോഡ് കിടക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ കൈമലർത്തുന്ന ജനപ്രതിനിധികളാണ്. നമുക്ക് ഈ റോഡ് നന്നാക്കി കിട്ടണം. അതിന് നിരന്തരമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വിമർശിക്കും. നമുക്കാരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നികുതി കൊടുക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും ഭരിച്ചോട്ടെ, അവര് അവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷേ നമ്മള് വോട്ട് ജയിപ്പിക്കുന്ന സാധാരണ മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവന് ഒന്ന് നന്നായിട്ട് ജീവിക്കാനായിട്ട്, അവൻ രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരു അപകടമില്ലാതെ തന്റെ വീട്ടിലേക്ക് എത്തുവാനായിട്ട്, തന്റെ മക്കൾക്ക് മേടിച്ചുകൊണ്ടുവരുന്ന അരിയും സാധനങ്ങളും താഴെ പോകാതെ ഒന്ന് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കാനായിട്ട്, ഒരാൾ മരിച്ചാല് ആ മൃതദേഹത്തെ ആദരപൂർവ്വം ഒന്ന് അടക്കം ചെയ്യാനുള്ള സൗകര്യം ഈ റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടാകാതെ ഇരുന്നാല് നമ്മൾ മനുഷ്യരായിട്ട് കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ടുള്ള പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ എല്ലാം മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് ഈ ഭരണവർഗം നമുക്ക് നേരെ ഉയർത്തുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പടിഞ്ഞാറ് വശം ചെന്നപ്പോൾ റോഡ് ഏതാണ് കുളം ഏതാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രക്കും ഒരു 10-15 മീറ്റർ നീളത്തില് വെള്ളം മൂടിക്കിടക്കുകയാണ്. ഏതെങ്കിലും കുഴിയുണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,